ഈ ഒരു ന്യൂസ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇന്നലെ ഈ ഗ്രീഷ്മയുടെ പത്രപ്രവർത്തകർ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെന്ന് ചോദിക്കുമ്പോൾ 38 വയസ്സ് വരല്ലേ, അതുവരെ ഞാൻ ജയിലിൽ കിടന്നുള്ളൂ, അത് കഴിഞ്ഞ് ഞാൻ ജീവിച്ചോളാം. പുള്ളിക്കാരി സ്ട്രോങ് ആണ്. സ്ട്രോങ് ആണല്ല, ഡബിൾ സ്ട്രോങ്. പൊന്നു മോളെ, അതൊക്കെ നിന്റെ വെറും തോന്നലാ. മറ്റേ കഷായത്തിലുള്ള സ്ട്രോങ് പോലെയുള്ളൊരു സ്ട്രോങ്ങാ എന്തായാലും ഗ്രീഷ്മ. കഷ്ടമായി പോയി. എന്തായാലും ഒരു ചെറുപ്പക്കാരൻ്റെ അയാൾ അവസാന നിമിഷം വരെ ആ കുട്ടിയെ പ്രണയിച്ചു എന്നാണ്. കുട്ടിയെ ഈ ഗ്രീഷ്മയെ തള്ളിപ്പറയാൻ തയ്യാറായിരുന്നതേ ഇല്ല. ഇല്ലില്ല. എന്തായാലും അവൾക്ക് തൂക്കുകയറ് കിട്ടുമോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. പക്ഷെ ആ ഒരു ജഡ്ജ് ചെയ്തിട്ടുള്ള കാര്യം വളരെ നന്നായി. അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനത്തെ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. ഇങ്ങനെ ചതിച്ചിട്ട് ആൾക്കാരെ മൂഞ്ചിപ്പിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നുള്ള കാര്യം മനസ്സിലാവും. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവളുടെ ഒരു അഭിനയം കാണണം. എന്തൊക്കെയാ പറയണ, ഓസ്കാർ അല്ല, അതിന്റെ മുകളിൽ വല്ല അവാർഡ് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. ഞാൻ കുടിച്ചോണ്ടിരുന്ന സാധനമാണ്. ഞാൻ എന്റെ പേര് പറഞ്ഞു തന്നെയല്ലേ, ഞാൻ കുടിച്ചോണ്ടിരുന്ന സാധനമാണത്. ഞാൻ കുടിച്ചോണ്ടിരുന്ന സാധനമാണ് അച്ഛന് കൊടുത്തത്. ഞാൻ അന്ന് രാവിലെയും കുടിച്ച് ആ സാധനം ഞാൻ കുടിച്ചു. അതാണ് ഞാൻ അത്ര അല്ലാതെ ഞാൻ വല്ലതും എടുത്ത് കൊടുക്കുവാടാ. ഞാൻ കഴിച്ചോണ്ടിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. അന്ന് രാവിലെയും ഞാനത് കഴിച്ച്, അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. എല്ലാം കൂടെ കേട്ടിട്ട് എനിക്ക് ഇവിടെ നിന്ന് എന്തായാലും പോയിസൺ ഒന്നും ആയിട്ടില്ല, അത് ഞാൻ ഉറപ്പിച്ച് പറയാം. ഇവിടെ നിന്ന് പോയിസൺ ആയിട്ടില്ല, കാരണം ഇവിടെ വന്നിട്ട് വേറെ ഒന്നും കഴിച്ചില്ല. പക്ഷെ എനിക്ക് ഈ ജ്യൂസിന് എന്തോ ഡൗട്ട് തോന്നണ്. അതൊരു നോർമൽ ടേസ്റ്റ് ആയിരുന്ന കുഴപ്പമൊന്നുമില്ലല്ലോ. ജ്യൂസിന് എന്തോ ഉണ്ടായിരുന്നു, അതോ നോർമൽ ടേസ്റ്റ് ആയിരുന്നു. അടിച്ചിട്ടുണ്ടല്ലോ എന്തൊക്കെ അഭിനയം. ഇവക്ക് ഇത്ര പഠിപ്പിച്ചാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അറിയില്ല വയറ്റിൽ എന്താ ഉള്ളതെന്ന്. ജ്യൂസ് കുടിച്ചിട്ടുണ്ട് ചത്ത് കഴിഞ്ഞിട്ടുണ്ട് ഉണ്ടാക്കാന്നാണോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്? സെക്സിന് താല്പര്യം പ്രകടിപ്പിച്ച് 2022 ഒക്ടോബർ 14 ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ഗ്രീഷ്മ പാരക്വറ്റ് എന്ന കളനാശിനി ചേർത്ത കഷായം കുടിക്കാൻ നൽകുന്നു. 100 മില്ലിയോളം മരുന്ന് ഒരു ഗ്ലാസ്സിലാക്കി ഒഴിച്ചു കൊടുത്തുവെന്നും അതിന്റെ കയ്പ് മാറാൻ ഫ്രിഡ്ജിലിരിക്കുന്ന ജ്യൂസ് കുടിക്കാൻ കൊടുക്കുകയായിരുന്നുവെന്നും ഗ്രീഷ്മ മൊഴി നൽകി. ഒക്ടോബർ 17 ആരോഗ്യനില വഷളായ ഷാരോണിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മരണക്കിടക്കയിലും താൻ തന്റെ പ്രാണനോളം സ്നേഹിച്ച പ്രണയിനിയെ അവൻ തെറ്റിദ്ധരിച്ചില്ല. ഇങ്ങനത്തെ പെണ്ണുങ്ങളൊന്നും ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല. വിറ്റിങ്ങളൊന്നും തൂക്കിയല്ല കൊല്ലേണ്ടത്. ഇഞ്ചിഞ്ചായിട്ട് ഇങ്ങനെ നന്നായി അനുഭവിച്ചിട്ടേ ആ വിറ്റിങ്ങളാണ് തീർക്കണം. എന്നാൽ മാത്രമേ പഠിക്കുള്ളൂ. ഇത് ഒരാൾക്ക് പണി കിട്ടിയാൽ മാത്രമേ ബാക്കിയുള്ള ആൾക്കാർക്ക് ചെയ്യാണ്ടിരിക്കാൻ തോന്നുള്ളൂ, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കും. ഈക്വാലിറ്റി അത് ഇതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും ഒരേപോലെ തന്നെയാണ്. എന്തായാലും തൂക്കി കൊല്ലണം എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. അത് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ നന്നാവും. അത് തന്നെ കിട്ടണം. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് പറ.